ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള ബദാം മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബദാം കാച്ചാൻ വേണ്ടിയിട്ട് ബദാമും അണ്ടിപ്പരിപ്പും നല്ല തിളക്കുന്ന വെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിൽ 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇത് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതാ ഞാനിത് മുഴുവനായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം അടർന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഒരേ കളറായി. എന്നിട്ട് ഇതാ ഇത് ഫുള്ളായിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് പാല് ചേർക്കണ്ട, അപ്പോൾ അടിക്കുന്ന ടൈമിൽ പുറത്തേക്ക് മറിയും. അതുകൊണ്ട് പാകത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ആക്കിയെടുക്കണേ, നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ബദാം കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബദാമിൻ്റെ പേസ്റ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ബദാമിൻ്റെ, എന്നിട്ട് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ മധുരത്തിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാലിവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലെയിം അത്യാവശ്യം കുറച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു കോപ്പയിലേക്ക് ഞാൻ അല്പം പാല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അതിൻ്റെ ആ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ പാല് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മൾ കുടിക്കുന്ന ടൈമിൽ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏലക്കായ ചതച്ചിട്ട് ആ തൊലിയോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് RKG കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിമിൽ അത്യാവശ്യം കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പാല് തിളച്ചിട്ട് പുറത്തേക്ക് മറിഞ്ഞിട്ട് ആ ഒരു ടേസ്റ്റ് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളെ ബദാം കാച്ചിയത് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നും പറയുന്നത് പോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്